Meet the editors. ഭാരതാംബയിൽ ചെറുത്തുനിൽപ്പോ എന്നതാണ് ചോദ്യം. ജിമ്മി ജെയിംസ്, ഇപ്പോൾ ഭാരതാംബ വിവാദം കുറച്ചു കാലമായി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രജിസ്ട്രാറുടെ കാര്യത്തിൽ സിൻഡിക്കേറ്റ് ഒരുമിച്ചൊരു തീരുമാനമെടുക്കുന്നു. അത് ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തിന് തീരുമാനം നടപ്പായി എന്ന് പറയുന്നു. പക്ഷേ അത് സാങ്കേതികമായി നിൽക്കില്ല എന്ന VCയും പറയുകയാണ്. അപ്പോൾ ഈ ചെറുത്തുനിൽപ്പ് തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ചെറുത്തുനിൽപ്പായിട്ട് തന്നെയാണ് അതിനെ കാണേണ്ടത്. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും നിയമത്തിൻ്റെ നൂലാമാലകളിൽ തട്ടിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികളാണ്. ഒരു കൂട്ടർ പറയുന്നു VC ആണ് യോഗം വിളിക്കേണ്ടത്, VC യോഗം പിരിച്ചുവിട്ടാൽ യോഗം അവസാനിച്ചു. അങ്ങനെയല്ല, VCക്കല്ല, ഞങ്ങൾക്കാണ് അധികാരം സിൻഡിക്കേറ്റ്. ഇത് മുഴുവൻ നിയമത്തിൻ്റെ നൂലാമാലകളാണ്. അത് കോടതിയിൽ തീരുമാനിക്കട്ടെ, അതിലേക്ക് വരാം. പക്ഷേ വിഷയം ഇവിടെ രാഷ്ട്രീയമാണ്. RSS ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം അത് ഇന്ത്യയുടെ പൊതുചിത്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം രാജേന്ദ്ര ആർലേക്കർ നടത്താൻ ശ്രമിക്കുന്നു. അതിനെ എതിർക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നു. ഇന്നലെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് KSU ആ സമരത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. വിഷയം രാഷ്ട്രീയമാണ്. ഇത്തരം ചിഹ്നങ്ങളെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നേരത്തെ മുതലുണ്ട്. പുതിയ പാർലമെൻറ്റ് മന്ദിരം വന്നപ്പോൾ നമ്മൾ കണ്ടു ഒരാളൊരു കുന്തമായിട്ട് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ് അതാണ് രാജ്യത്തിൻ്റെ ഇനി മുതൽ അധികാരത്തിൻ്റെ ചിഹ്നം, ഒരു ചെങ്കോൽ. അത് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു. അത് നമ്മൾ അംഗീകരിക്കണം. ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയമായി എതിരിടാനുള്ള ഒരു പാർട്ടിയുടെ തീരുമാനം, ഇടതുമുന്നണിയുടെ തീരുമാനം, അതിനോടെ ഞാൻ അംഗീകരിക്കുകയാണ്. അത് രാഷ്ട്രീയമാണ്. അങ്ങനെ തന്നെ എതിർക്കപ്പെടേണ്ടതിനെ എതിർക്കപ്പെടുക തന്നെ വേണം. അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. വിഷയം രാഷ്ട്രീയമാണെങ്കിൽ ഭാരതാംബ വിവാദത്തിൽ ഞാൻ ഇടതുമുന്നണിക്കൊപ്പമാണ്, ഇടതു പാർട്ടികൾക്കൊപ്പമാണ്. പക്ഷേ വിഷയം ഇവിടെ രാഷ്ട്രീയമല്ല. ഒരു സർവകലാശാലയിലെ ഒരു പരിപാടി നടക്കുന്നു. അത് സർവകലാശാലയിൽ നടക്കുന്നു എന്നല്ലാതെ സർവകലാശാലയിലെ പരിപാടിയല്ല. ഒരു ഹാൾ വാടകയ്ക്ക് നൽകുക മാത്രമാണ് കേരള സർവകലാശാല ഇവിടെ ചെയ്തത്. നടന്നതൊരു സ്വകാര്യ പരിപാടിയാണ്. ആ സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചിരിക്കുന്നു. സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെയോ കേരള യൂണിവേഴ്സിറ്റിയുടെയോ ഒക്കെ ഏത് നിയമാവലിയെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഒരു ഹാൾ വാടകയ്ക്ക് കൊടുത്താൽ അത് മതപരമായ പരിപാടികൾക്ക് നടത്താൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭാരതാംബ എന്ന് പറയുന്ന ചിത്രം ഒരു ദേവിയുടെ ചിത്രമാണ് എന്ന് പറഞ്ഞ് തർക്കിച്ച് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ കേരള യൂണിവേഴ്സിറ്റിയുടെ ആളുകൾ ഹൈക്കോടതിയിൽ പോയി മുട്ടുവിറച്ച് കോടതിയുടെ പറയുന്നത് മുഴുവൻ കേട്ട് മിണ്ടാതെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊന്നും വാദിച്ച് ജയിക്കാൻ പറ്റില്ല. കാരണം അത് അങ്ങനെയല്ല. ഇവിടെ ഒരു ഹാള് വാടകയ്ക്ക് കൊടുക്കുന്ന, കല്യാണ മണ്ഡപം വാടകയ്ക്ക് കൊടുക്കുന്ന ഒരാൾ അവസാനം കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറയാണ് ഇങ്ങനല്ല കെട്ട് നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയാണെന്ന് വിചാരിച്ച് ചാടിക്കയറി അത് തടയാൻ നിൽക്കുന്നത് എന്ത് ആവേശത്തിന് പുറത്താണ്? ഇതൊരു സ്വകാര്യ ചടങ്ങല്ലേ. ആ സ്വകാര്യ ചടങ്ങ് തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയണമെന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ആ യുദ്ധം വീണ്ടും വ്യാപിച്ചുകൊണ്ട് പോകുന്നത് ഒരു കാരണവശാലും ശരിയില്ല. വിദ്യാർത്ഥികളെ ഭാവി വെച്ചാണ് കളിക്കുന്നത്. ഈ വൈസ് ചാൻസലർ, ഈ ചാൻസലർ സർവകലാശാലയുടെ പരിപാടിക്കകത്ത് കൊണ്ടുവന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കും. പക്ഷേ ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ ഉടമസ്ഥൻ്റെ റോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നത് പ്രശ്നം ഉണ്ടാക്കുന്നു. ആരാണ് പ്രധാനപ്പെട്ട ഈ ചടങ്ങിലേക്ക് വരുന്ന മുഖ്യ അതിഥി? സർവകലാശാലയുടെ ചാൻസലറാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് ഒരു റോളുമില്ലാത്തൊരു പരിപാടിയിൽ ആവേശം മൂത്തിട്ട് 2 ദിവസം മുമ്പ് CPI മന്ത്രി ചെയ്തത് കണ്ടിട്ട് നിങ്ങൾക്ക് ആവേശം കയറി നിങ്ങളിത് തടയുന്നു. വരുന്നത് ചാൻസലറാണ്. ആ പരിപാടി ഇവിടെ വെച്ച് പറ്റില്ല എന്ന് രജിസ്ട്രാർ പറയുകയാണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് വളരെ വലിയൊരു നടപടി അദ്ദേഹം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റിൽ നടന്ന വലിയ വാദപ്രതിവാദങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം, രജിസ്ട്രാർ മുതൽ മുകളിലുള്ളവരെയൊക്കെ സസ്പെൻഡ് ചെയ്യാനോ നടപടിയെടുക്കാനോ ഉള്ള അധികാരം മുഴുവൻ സിൻഡിക്കേറ്റിനാണ്. അതല്ലാതെ സർവകലാശാല വൈസ് ചാൻസലർക്കല്ല. സമ്മതിച്ചു. സെക്ഷൻ 10-14 അനുസരിച്ചാണ് ഇത് പറയുന്നത്. സെക്ഷൻ 10-13 കൂടിയുണ്ട്. അതിനകത്ത് പറയുന്നു ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നില്ലെങ്കിൽ സർവകലാശാല വൈസ് ചാൻസലർക്ക് സിൻഡിക്കേറ്റിൻ്റെ എല്ലാ അവകാശങ്ങളും വിനിയോഗിക്കാം. ഏതാണ് ആ അത്യാവശ്യ ഘട്ടം? ആ അത്യാവശ്യ ഘട്ടം ഏതാണെന്ന് വൈസ് ചാൻസലർക്ക് തീരുമാനിക്കാം. അങ്ങനെ തോന്നുകയാണെങ്കിൽ സിൻഡിക്കേറ്റ് അപ്പോൾ യോഗം ചേരുന്നില്ലെങ്കിൽ ആ തീരുമാനം സിൻഡിക്കേറ്റിൻ്റെ മുഴുവൻ അധികാരങ്ങളും വൈസ് ചാൻസലർക്ക് ഉപയോഗിക്കാവുന്നതാണ്. സെക്ഷൻ 10-13. അതിനുശേഷം എന്താ പറയുന്നത്? അതേ സെക്ഷൻ 10-13 തന്നെ ഈ തീരുമാനങ്ങൾ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ വൈസ് ചാൻസലർ അറിയിക്കണം. ഇന്ന് ഈ ബഹളം മുഴുവൻ കഴിഞ്ഞ് ഇടതുമുന്നണിയുടെ ആൾക്കാർ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ? അത് റാറ്റിഫൈ ചെയ്യണമെന്നാണ്. അതായത് വൈസ് ചാൻസലർ തീരുമാനമെടുത്താൽ ആ തീരുമാനം പിറ്റേ ദിവസം വന്ന് സിൻഡിക്കേറ്റിനെ അറിയിച്ചിട്ട് അത് റാറ്റിഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സെക്ഷനില്ല. സെക്ഷൻ 10-13 വായിച്ചു നോക്കിക്കോളൂ. അപ്പോൾ ഇന്ന് പറഞ്ഞത് നുണയാണ്.
വൈസ് ചാൻസലർക്ക് അത് ചെയ്യാം. വൈസ് ചാൻസലർക്ക് വളരെ വിപുലമായ അധികാരപരിധിയുണ്ട്. എന്തിന്? ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മിനിറ്റ്സ്, യോഗത്തിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഇവരെ വൈസ് ചാൻസലറാണ്. രണ്ട് മാസത്തിൽ ഒരിക്കലാണ് സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടത്. അത് വൈസ് ചാൻസലർ തീരുമാനിച്ചാൽ മതി വിളിക്കാൻ. ഇനി ഒരു യോഗം നടക്കുകയാണ്, വൈസ് ചാൻസലർ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈസ് ചാൻസലർ പറഞ്ഞു യോഗം പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് പറ്റില്ല എന്നാണ് പറയുന്നത്. സ്പീക്കർ ഒരു കേരള നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്പീക്കർ പറഞ്ഞു യോഗം പിരിഞ്ഞിരിക്കുന്നു. അപ്പം ഒരു പക്ഷം പറയണം, അല്ല സ്പീക്കറുടെ താഴെയുള്ള ആരെങ്കിലും ഒരാൾ, സ്പീക്കർക്ക് താഴെയുള്ള ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരാരെങ്കിലും യോഗം നടത്തട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? സ്പീക്കറാണ്. അതുപോലെയാണ് സിൻഡിക്കേറ്റിൻ്റെ ഒരു യോഗം നടക്കുമ്പോൾ വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലറുടെ അഭാവത്തിൽ യോഗം വിളിക്കാമെന്നും ആ യോഗം നടത്തിക്കൊണ്ടു പോകാമെന്നും നിയമമുണ്ട്. പക്ഷേ ഒരു വൈസ് ചാൻസലർ യോഗം വിളിച്ചാൽ ആ യോഗം അദ്ദേഹം പിരിച്ചുവിട്ടാൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ നിയമം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതൊക്കെ നിയമത്തിൻ്റെ നൂലാമാലയാണ്. പ്രശ്നം രാഷ്ട്രീയമാണ്. പക്ഷേ ഒരു സ്വകാര്യ ചടങ്ങിനെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിനകത്ത് കൊണ്ടുവന്ന് അത് വൈസ് ചാൻസലറുമായുള്ള യുദ്ധമാക്കി മാറ്റുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റിനെ വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കാനല്ല. ആവശ്യമായ ഘട്ടങ്ങൾ രാഷ്ട്രീയം കളിക്കേണ്ട, അല്ലെങ്കിൽ രാഷ്ട്രീയം വേണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരു സ്വകാര്യ ചടങ്ങിനെയാണ് നിങ്ങളെടുത്ത് ഇതിനകത്തേക്ക് എടുത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കും? ഇന്ന് മുതൽ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ഇന്നല്ല, 2 ദിവസമായിട്ട് യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. നാളെ ഹൈക്കോടതിയിൽ ഇത് പോകും. കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി 2 അഫിഡവിറ്റുകൾ ഉണ്ടാകും. അപ്പോൾ കോടതിയിലേക്ക് നിങ്ങൾ ആരാ ശരിക്കുള്ള യൂണിവേഴ്സിറ്റി എന്ന് ചോദിക്കും. അങ്ങനെ അടക്കമുള്ള ഇനിയുള്ള വലിയ തമാശ. അഫിഡവിറ്റ് തേടിയിരിക്കുന്ന വിസിയിൽ നിന്നാണ്. കേട്ടില്ല? അഫിഡവിറ്റ് കൊടുക്കേണ്ടത് വിസിയാണ്. അഫിഡവിറ്റ് കൊടുക്കേണ്ടത് വിസിയാണ്. പക്ഷേ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇടതുമുന്നണിയുടെ ആളാണ്. സ്റ്റാൻഡിംഗ് കൗൺസിലിന് പകരം ഇന്ന് തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ട് വേറൊരു അഭിഭാഷകനെ വിസി കൊണ്ടുവരുമെന്ന്. അപ്പോൾ നാളെ ശരിക്കുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ള ചോദ്യത്തിൽ തുടങ്ങും. ഇനി അങ്ങോട്ട് യുദ്ധമാണ്. ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഈ സിൻഡിക്കേറ്റിനെ വെച്ചിരിക്കുന്നത് മര്യാദയ്ക്ക് പരീക്ഷ നടത്താനും സിലബസുകൾ പരിഷ്കരിക്കാനും വിദ്യാർത്ഥികളുടെ മാർക്ക് പ്രസിദ്ധീകരിക്കാനുമാണ്. ആ സമയത്ത് ഇല്ലാത്ത ഒരു ഇഷ്യൂവിനെ എടുത്തു വെച്ച് ഇത്രയും കുളമാക്കേണ്ട കാര്യം എന്താണ്? ഇനി അങ്ങോട്ട് എത്ര നാളാണ് ഇത് പോകാൻ പോകുന്നത്? രാഷ്ട്രീയമാവാം, പക്ഷേ അത് വിദ്യാർത്ഥികളുടെ ചെലവിലാവരുത്. ഞാൻ പറഞ്ഞല്ലോ, രാജേന്ദ്ര ആർലേക്കർ RSSൻ്റെ ചിഹ്നം എടുത്ത് ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ രാഷ്ട്രീയമായി എതിർക്കണം. കേരള യൂണിവേഴ്സിറ്റിക്ക് അകത്ത് കൊണ്ടുവന്നാൽ അത് രാഷ്ട്രീയമായി എതിർക്കണം. പക്ഷേ ഒരു സ്വകാര്യ ചടങ്ങിൽ ആർലേക്കർ അത് ചെയ്തത്, അത് സർവകലാശാലയുടെ ഹാളിലായിപ്പോയി എന്ന് പറഞ്ഞ് ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുക, അത് കേട്ട് ചാടിപ്പടഞ്ഞ് രജിസ്ട്രാർ ചാൻസലറെ തടയാൻ ശ്രമിക്കുക പരമ അബദ്ധമാണ്. എന്ന് മാത്രമല്ല, ഒരു ട്രാക്ക് റെക്കോർഡ് എന്താ? ഈ പ്രശ്നം മുഴുവൻ വൈസ് ചാൻസലർമാർ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ നിയമിക്കുന്നു എന്നുള്ളതാണല്ലോ ഈ വിഷയം. ചാൻസലർ. അപ്പോൾ വൈസ് ചാൻസലർ ആണെങ്കിൽ അധ്യാപകരെയും മറ്റും നിയമിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ കൈകടത്തലും. കേരള യൂണിവേഴ്സിറ്റിയിൽ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? ഗാന്ധി യൂണിവേഴ്സിറ്റി എത്ര കാലമായി? കോട്ടയം യൂണിവേഴ്സിറ്റി എത്ര കാലമായി? ഓരോ കാലത്തും അവരവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ നിയമിക്കലാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിട്ടുള്ള രീതി. അതിൻ്റെ പേരിലല്ലേ ഈ അടി മുഴുവൻ നടക്കുന്നത്? ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഒരു BJP-കാരൻ വന്ന് BJP-കാരെ തിരികുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മളത് എത്ര കാലമായി കാണുന്നതാണ്. ഒരു ചെറിയ കഥ ഓർമ്മിക്കാം. 2008 കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് നിയമനം ഉണ്ടായി. 150 പേർക്കാണ് നിയമനം നടത്തിയത്. ആ 150 നിയമനങ്ങൾ ഒരു 120 വ്യാജമാണെന്ന് പറഞ്ഞ് കേസ് പോയി. ആദ്യം ഇത് പോയത് ലോകായുക്തയിലാണ്. ലോകായുക്തയിലും ഈ കേസ് പോയി. ആ പരീക്ഷയുടെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പോലും, പിന്നെ ഒരു ഉത്തരക്കടലാസ് പോലും പിന്നെ ആരും കണ്ടിട്ടില്ല, കാണാനില്ല. ലോകായുക്ത അത് കഴിഞ്ഞ് കോടതി, ഇവരെല്ലാം കേസ് അനുകൂലമായി വിധിച്ചു. അവസാനം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അവസാനം വിധി പറയുകയാണ്, ഇത്രയും കാലം, അതൊക്കെ 10-15 വർഷമായി, ഇത്രയും കാലമായില്ലേ, എന്നാൽ പിന്നെ കുട്ടികൾ തുടരട്ടെ എന്ന് പറഞ്ഞ് ആ കേസ് വിട്ടു. ഇപ്പോൾ വീണ്ടും ഡിവിഷണൽ ബെഞ്ചിൽ കിടക്കുകയാണ്. ഇങ്ങനെ ഭരിച്ചു മുടിച്ച, തോന്നിയവാസം കാണിച്ച ഒരു ചരിത്രം കേരള സർവകലാശാലയ്ക്കുണ്ട്. ഇപ്പോൾ പക്ഷേ ഇത് നടക്കില്ല. കാരണം PSCക്കാണ് ഇത് വിട്ടിരിക്കുന്നത്. PSC ആണ് കേരള യൂണിവേഴ്സിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്മാരുടെ നിയമനം നടത്തുന്നത്. UDF സർക്കാരാണ് ചെയ്തതെന്ന് എൻ്റെ ഓർമ്മ. അതുപോലെ അധ്യാപകരുടെ നിയമനം കൂടെ PSCക്ക് അന്നേ വിട്ടിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെ ഭാര്യമാരും മച്ചമ്പിമാരും മക്കളും ഒന്നും ഓരോരോ പൊസിഷനിൽ എത്തുമായിരുന്നില്ല. അതൊക്കെയാണ് ചെയ്യേണ്ടത്. രാഷ്ട്രീയം കളിക്കാം, പക്ഷേ അത് വിദ്യാർത്ഥികളുടെ, അധ്യാപകരുടെ, ഇവിടുത്തെ അക്കാഡമിക് സമൂഹത്തിൻ്റെ നെഞ്ചത്ത് കയറിയാവരുത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, ആർലേക്കറുടെ പേരിൽ, ഭാരതാംബയുടെ പേരിൽ നിങ്ങളൊരു വലിയ അക്കാദമിക് സമൂഹത്തോട് വളരെ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറുത്തുനിൽപ്പാണോ? ചെറുത്തുനിൽപ്പ് നടത്തുകയാണ്. പക്ഷേ ആ ചെറുത്തുനിൽപ്പിന് യാതൊരു അർത്ഥവുമില്ല, അതിനൊരു പ്രസക്തിയില്ല. ഇങ്ങനല്ല, യൂണിവേഴ്സിറ്റിക്കകത്തല്ല ഇത് ചെയ്യേണ്ടത്. ശരി, എന്താണ് സുനിൽ ഇക്കാര്യത്തിൽ തോന്നുന്നത്? ഒരു ചെറുത്തുനിൽപ്പ് ഇതിപ്പോൾ ഭാരതാംബയുമായി ബന്ധപ്പെട്ട് വിഷയം വരുന്ന സമയത്തൊക്കെ BJP പ്രവർത്തകരായാലും BJP നേതാക്കളായാലും പറയുന്നത്
രാജ്യത്തെല്ലായിടത്തും ഈ ഭാരതാംബയാണല്ലോ എന്ന രൂപത്തിലാണ് അതിനെ കാണുന്നത്. കേരളത്തിൽ എന്തുകൊണ്ട് ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ പാടില്ല എന്ന ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ചെറുത്തുനിൽപ്പിന്റെ സ്വഭാവത്തിലേക്ക് വരികയാണോ കേരളത്തിലെ പ്രതിഷേധം? തീർച്ചയായും ഒരു രാഷ്ട്രീയ ചെറുത്തുനിൽപ്പ് കേരളത്തിൽ വളരെ ശക്തമായി തുടക്കം മുതൽ തന്നെയുണ്ട്. ഈ ഭാരതാംബ വിവാദം ആരംഭിച്ചത് മുതൽ ഏതായാലും അത് തുടരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ ചെറുത്തുനിൽപ്പിൻ്റെ ആവശ്യം കേരളത്തിൽ ഇപ്പോഴുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഈ ഭാരതാംബ വിവാദത്തിന് തുടക്കമിട്ടത് കേരളത്തിലെ ഗവർണറാണ്. ഈ കേരളത്തിലെ ഗവർണർ ഇത് സർവകലാശാലയിലേക്ക് എത്തിച്ചു. ഏതായാലും സർവകലാശാലയിലേക്ക് ഇത്തരമൊരു വിവാദം ഗവർണർ എത്തിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് എത്തിച്ചത് ബോധപൂർവം തന്നെയാണ്. അതിനെതിരെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ വളരെ ശക്തമായി പ്രതിഷേധം അറിയിക്കുകയും അന്ന് വലിയ നാടകീയ കാഴ്ചകളൊക്കെ തന്നെ കണ്ടു. ഏതായാലും അതിന് തൊട്ട് പിന്നാലെയാണ് ഒരുപക്ഷെ ഗവർണറുടെ തന്നെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഇപ്പോൾ രജിസ്ട്രാറെ പുറത്താക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർവകലാശാല പോയതും അതിന് പിന്നാലെ ഇന്നത്തെ നാടകീയ സംഭവങ്ങളും ഒക്കെ തന്നെ ഉണ്ടായത്. ഏതായാലും ഇന്ന് വളരെ അസാധാരണമായ സാഹചര്യങ്ങൾ തന്നെയാണ് സർവകലാശാലയിൽ ഉണ്ടായത്. സർവകലാശാല സിൻഡിക്കേറ്റിലെ 24 അംഗങ്ങളിൽ 18 അംഗങ്ങളുടെ പിന്തുണയിലാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമെടുക്കുകയും രജിസ്ട്രാർ ഇപ്പോൾ വന്ന് ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലും നിയമപ്രശ്നങ്ങൾ മാറ്റിവെക്കാം. നാളെ ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ സർവകലാശാലയാണോ മറുപടി നൽകുക, VC ആണോ മറുപടി നൽകുക, കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്താണ് നാളെ പറയാൻ പോകുന്നതെന്നൊക്കെ നമുക്കറിയാൻ കാത്തിരിക്കാം. പക്ഷേ ഇതിന് രണ്ടു തരം മറുപടികളും വരും, വരട്ടെ. അതിൽ കോടതി ഒരു തീരുമാനമെടുക്കട്ടെ. പക്ഷേ അതൊരു നിയമപ്രശ്നം, സാങ്കേതിക പ്രശ്നം, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഞാനിതിനെ കാണുന്നത് വളരെ വിശാലമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നീക്കം എന്ന നിലയിൽ തന്നെയാണ്. ഇത് കേരളത്തിലെ മാത്രം സാഹചര്യമല്ല. നോക്കൂ, നമുക്കറിയാം ജവഹർലാൽ നെഹ്റു സർവകലാശാല ഇന്ത്യയിലെ ഏറ്റവും കരുത്തരായ, ഏറ്റവും പ്രഗത്ഭരായ ഒരുപാട് ആളുകളെ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള സർവകലാശാലയാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാല. ഇന്ന് ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ അവസ്ഥ എന്താണ്? റോമില താപ്പറിനെ പോലെ, പ്രഭാത് പട്നായിക്കിനെ പോലെ ഒരുപാട് പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്ന സ്ഥലം ഇന്ന് ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി പ്രവേശനം ലഭിക്കുന്ന ഒരു സാധാരണ സർവകലാശാലയായി ജവഹർലാൽ നെഹ്റു സർവകലാശാല പോയി. ആ സർവകലാശാലയുടെ ഒരു പതനം എങ്ങനെയായിരുന്നു? ഒരു RSS അനുഭാവിയായ ഒരു വൈസ് ചാൻസലറെ നിയമിക്കുന്നു. അവിടുത്തെ എല്ലാ ശിഖരങ്ങളും, ആ സർവകലാശാലയുടെ എല്ലാ ശിഖരങ്ങളും വെട്ടിമാറ്റുന്നു. 2020 ഫെബ്രുവരി മാസത്തിൽ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അതായത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഒരു കൂട്ടം ഗുണ്ടകളിറങ്ങി അവിടുത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളെയൊക്കെ അടിച്ച് നിരത്തുകയാണ്. എല്ലാ ഹോസ്റ്റലുകളും കയറി അവിടെ വലിയ അക്രമം സൃഷ്ടിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾക്കെതിരെ ഇന്ന് ഒരു നടപടി എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഈ അക്രമത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണ്ടകൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഡൽഹി പോലീസ് എടുത്തിട്ടുണ്ടോ? ഇന്ന് അതിൻ്റെ ഒരു അവസാനം എന്താണ്? ജവഹർലാൽ നെഹ്റു സർവകലാശാല ഇവിടെ എത്തി നിൽക്കുന്നു. ഇന്ന് QS റേറ്റിംഗ്, അതായത് അന്താരാഷ്ട്ര സർവകലാശാലകളുടെ റേറ്റിംഗിൽ പണ്ടൊക്കെ ജവഹർലാൽ നെഹ്റു സർവകലാശാല, ഡൽഹി യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജാമിയ മില്ലിയ സർവകലാശാല ഇതൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇന്ന് ഈ സർവകലാശാലകളൊന്നും തന്നെ ഈ ഒരു റേറ്റിങ്ങിൻ്റെ ഭാഗമേ അല്ല. പകരം IIT-കൾ വരുന്നു, IIM-കൾ വരുന്നു. അപ്പോൾ ഈ രാജ്യത്ത് എത്ര കുട്ടികൾക്ക് IIT-കളിലും IIM-കളിലും പഠിക്കാൻ പറ്റും? എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവില്ല, ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവില്ല. അപ്പോൾ ഈ ആർട്സ് കോളേജുകളുടെയൊക്കെ അവസ്ഥ എന്താണ്? അപ്പോൾ ആ നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗമാകെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെടുന്നൊരു ഗൗരവമായ വിഷയമുണ്ട്. നോക്കൂ, അമേരിക്കയിലൊരു സാഹചര്യം എടുക്കാം. ഹാർവർഡ് സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന മണ്ടത്തരമാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. 1991 അവിടെ പ്രസംഗിച്ച ഒരു വിദ്യാർത്ഥിയുടെ ഒരു വീഡിയോ ഇപ്പോൾ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലാവുന്നുണ്ട്. ഒബാമയുടെ പ്രസംഗം 1991 ഒബാമ ഹാർവർഡ് സർവകലാശാലയിൽ പ്രസംഗിക്കുന്ന ആ വീഡിയോ ഒന്ന് വൈറലാണ്. ട്രംപിനുള്ള മറുപടിയാണത്. അന്ന് അവിടെ പ്രസംഗിച്ച ഒബാമയാണ് പിന്നീട് അമേരിക്കയുടെ പ്രസിഡൻ്റായി മാറിയത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പഠിച്ച എത്ര പ്രഗത്ഭർ? നിർമ്മലാ സീതാരാമൻ, നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ JNUവിൻ്റെ പ്രോഡക്റ്റാണ്. സീതാറാം യെച്ചൂരിയെ പോലുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത് ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വളരെ ശക്തമായ ഒരു പ്രവണത മൊത്തത്തിൽ എല്ലാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കം തന്നെയാണ് കേരളത്തിലെ സർവകലാശാലകളിലും നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിനു മുൻപുള്ള ഗവർണർ എന്താണ് ചെയ്തത്? ഹാരിസ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്? ഈ നേരത്തെ ജിമ്മി ജെയിംസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനാണ് വരുന്നത്. പക്ഷേ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നത് ഗവർണർ തന്നെയാണ്. എന്തിനാണ് ഗവർണർമാർ ചാൻസലർമാരായി ഈ സർവകലാശാലകളിൽ തുടരുന്നത്? അത് വേണ്ട എന്ന് തീരുമാനിച്ച് കേരള സർക്കാർ ബില്ല് പാസ്സാക്കിയല്ലോ. എന്തുകൊണ്ടാണ് അത് ഒപ്പിടാത്തത്?
അപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ, പശ്ചിമ ബംഗാളിൽ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഗവർണർമാർ ഇതിൻ്റെ ചാൻസലർമാരായി ഇരിക്കണമെന്ന് വാശി പിടിക്കുന്നത്? ഒരാവശ്യമില്ലാത്തതാണ്. വിദ്യാഭ്യാസം സംസ്ഥാന സബ്ജക്റ്റാണ്. എന്തിനാണ് ഇതിൻ്റെ മുകളിൽ ഗവർണർമാർ ഇരിക്കണമെന്ന് വാശി പിടിക്കുന്നത്? അവരുടെ രാഷ്ട്രീയം ഈ സർവകലാശാലകളിലേക്ക് കുത്തിയിറക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി ചെറുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയമായി നീക്കം തന്നെയാണ് ഗവർണറിലൂടെ ഇപ്പോൾ ഈ സിൻഡിക്കേറ്റിലൂടെയും ഒക്കെ തന്നെ സർവകലാശാലകളിലേക്ക് പടരുന്നത്. അല്ലാതെ ഒരു സ്വകാര്യ പരിപാടിക്കായി ഒരു ഹാൾ വാടകയ്ക്ക് കൊടുക്കുന്നു, അവിടെ വന്ന് ഗവർണർ ഒരു പരിപാടി നടത്തുന്നു, അത് വളരെ ഒരു സ്വകാര്യ ചടങ്ങായി മാത്രം നിൽക്കുന്ന ഒരു സംഗതിയല്ല. ഇതൊരു വലിയ രാഷ്ട്രീയ അജണ്ടയുടെ വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു നീക്കമാണ്. അതിനെ അന്ന് വിദ്യാർത്ഥികൾ ചെറുത്തു. ഇതിനെ ഇങ്ങനെ തന്നെ മറുപടി കൊടുത്ത് ചെറുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇത്തരം നീക്കങ്ങൾ കേരളത്തിലെങ്കിലും ഉണ്ടാകുന്നത് തടയാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഭാരതാംബയിൽ ചെറുത്തുനിൽപ്പോ എന്ന ചോദ്യത്തിന് ചെറുത്തുനിൽപ്പ് തന്നെയാണ്, രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പാണ്. സാങ്കേതികമായി ഒരുപക്ഷെ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എത്രത്തോളം ശരിയാകും എന്നുള്ള കാര്യം എനിക്ക് വ്യക്തതയില്ല. പക്ഷേ രാഷ്ട്രീയമായി ഏറ്റവും വലിയ ശരിയാണ് ഇപ്പോൾ ഇടത് പക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്, സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് ഈ സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ ഒരു സ്വകാര്യ പരിപാടിയിൽ, സെനറ്റ് ഹാളിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ കൊണ്ടുവയ്ക്കുന്നു. അവിടേക്ക് ഗവർണർ എത്തുന്നു. അപ്പോൾ അദ്ദേഹം വരരുത് എന്ന് രജിസ്ട്രാർ പറയുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം എത്തുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ആ സംഭവ വികാസങ്ങൾ. അപ്പോൾ ആ പരിപാടിക്കെതിരെ ഒരു നിലപാടെടുത്തു എന്നതിലാണ് രജിസ്ട്രാർക്കെതിരെ ഇതിൽ ചാൻസലർ നിലപാടെടുക്കുന്നത്. യഥാർത്ഥത്തിൽ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ സിൻഡിക്കേറ്റിനാണ് അധികാരം. പക്ഷേ അപൂർവമായ സന്ദർഭങ്ങളിൽ അടിയന്തരമായ സാഹചര്യത്തിൽ ചാൻസലർക്ക് നടപടിയെടുക്കാം. അപ്പോൾ അടിയന്തരം എന്നുള്ള അതൊരു അടിയന്തരമായ സാഹചര്യമാണ് എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നത് ചാൻസലറാണ്. അപ്പോൾ അടിയന്തര സാഹചര്യമായി അതിന് കണ്ടുകൊണ്ട് അതിൽ ഇടപെടൽ നടത്തുകയും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോൾ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിനെയും ആ രൂപത്തിൽ കാണേണ്ടി വരും. ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനവും അടിയന്തരമായ സാഹചര്യത്തിലെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അടിയന്തരമായ സാഹചര്യത്തിൽ സിൻഡിക്കേറ്റിൻ്റെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അവർ ആ നിലപാടിലേക്ക് എത്തുന്നു. രജിസ്ട്രാർ മടങ്ങിയെത്തണം, രജിസ്ട്രാറിന് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ വൈസ് ചാൻസലർ അതിനെ എതിർക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അജണ്ട പോലും അതല്ല എന്ന് വൈസ് ചാൻസലർ പറയുന്നു. പക്ഷേ വൈസ് ചാൻസലറുടേത് ഒറ്റപ്പെട്ട ശബ്ദമാകുന്നു. അവിടെ ഒരു BJPയുടെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പ്രതിനിധി വേറെ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതും വൈസ് ചാൻസലർ അവിടെ ഉന്നയിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ രജിസ്ട്രാർ ഏറ്റവും ഒടുവിൽ അവിടെ ചുമതല ഏൽക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈകിട്ട് 4:30 അദ്ദേഹം ചുമതല ഏൽക്കുന്ന നടപടിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത്രയുമാണ് അവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ ചാൻസലറോട് പരാതിപ്പെടേണ്ട വിഷയങ്ങൾ ചാൻസലറിലേക്ക് എത്തുകയും അത് രാഷ്ട്രീയമായ പോരിലേക്ക് പോവുകയൊക്കെ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് കണ്ടിട്ടുണ്ട്. അത് വേറൊരു വിഷയമായിട്ട് എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ഭാരതാംബ വിഷയമാണ് എടുക്കുമ്പോൾ കാവിക്കൊടിയേന്തിയ ഭാരതാംബ അതിനെ ഹൈക്കോടതിയിലേക്ക് ആ വിഷയം എത്തിയപ്പോൾ അതിൽ കോടതിയിൽ പറഞ്ഞത് കാവിക്കൊടിയേന്തിയ ഒരു സ്ത്രീ എന്നാണ് പറഞ്ഞത്. കാവിക്കൊടിയേന്തിയ സ്ത്രീ എന്ന പ്രയോഗത്തെ കോടതി പോലും എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. കോടതി അങ്ങനെ പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ അത്ര പ്രതീക്ഷ നൽകുന്നതല്ല. സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും അത്ര പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ വിശദീകരണം ചോദിച്ചുകൊണ്ട് ഹൈക്കോടതി പറയുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ക്രമസമാധാന പ്രശ്നത്തിൽ പോലീസും സത്യവാങ്മൂലം നൽകണം, രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിഷയത്തിൽ സർവകലാശാലയും മറുപടി നൽകണം എന്ന് പറയുമ്പോൾ 2 തരം മറുപടി പോകാൻ പോകുന്നു. അതിനിടയ്ക്ക് ഹൈക്കോടതി പറയുന്നു രജിസ്ട്രാറുടെ നടപടി ഗവർണറുടെ വിശിഷ്ടതയെ ബാധിച്ചു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയല്ല രജിസ്ട്രാർ വിഷയം കൈകാര്യം ചെയ്യേണ്ടതിരുന്നത് എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. എന്ത് ക്രമസമാധാന പ്രശ്നമാണ് സെനറ്റ് ഹാളിന് പുറത്തുണ്ടായിരുന്നത് എന്ന് പോലീസ് വിശദീകരിക്കണമെന്ന് പറയുന്നു. അതുമാത്രമല്ല ഈ പറയുന്ന പരിപാടിയിൽ ഉപയോഗിച്ചത് മതചിഹ്നമാണ് എന്ന് സെക്യൂരിറ്റി ഓഫീസർ 2 വരിയിൽ എഴുതി അറിയിച്ചോ എന്നും ഹൈക്കോടതി രജിസ്ട്രാറുടെ അഭിഭാഷകനോട് കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കാര്യത്തിൽ ഈ ഒരു വാചകം തന്നെ പറയുന്നു, ഈ ഹിന്ദു ദേവതയാണോ മറ്റേതെങ്കിലും മതത്തിൻ്റെ ദൈവമാണോ എന്നതല്ല ചോദ്യമെന്നും നിയമവിരുദ്ധമായി VC നടത്തിയ സസ്പെൻഷനാണ് വിഷയമെന്നും അഭിഭാഷകൻ മറുപടി പറയുന്നുണ്ട്. പക്ഷേ ഈ കാവിക്കൊടിയേന്തിയ സ്ത്രീ എന്ന് പറയാമോ എന്ന് കോടതിക്കും സംശയം തോന്നുകയാണ്. ഭാരതാംബയായി അതിനെ അംഗീകരിക്കണം എന്ന രൂപത്തിലാണോ ഹൈക്കോടതി അതിനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് സംശയം തോന്നാവുന്ന രീതിയിലാണ്. ഇന്നുണ്ടായിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് തന്നെയാണ്
കാലിക്കറ്റ് വി സി ആണ് രവീന്ദ്രൻ, കാലിക്കറ്റ് വി സി രവീന്ദ്രൻ്റെ നിയമനം തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്തായിരുന്നു. അപ്പോൾ BJPക്ക് വേണ്ടി ശബ്ദിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് സേവാഭാരതിയുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായും രാഷ്ട്രീയം, BJP രാഷ്ട്രീയം ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നീങ്ങുകയാണ്. ഇപ്പോഴത്തെ ഗവർണർ അത് കുറച്ചുകൂടി ഗൗരവത്തിൽ അതിനെ കാണുന്നു. വിവിധ സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളും അതുമായി ബന്ധപ്പെട്ടാണ്. ഇന്നിപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഗവർണറുടെ ഒരു പരിപാടി കൂടി ആ തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടി വരും. ഇനി ഈ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട സിസ തോമസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, സിസ തോമസുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. സിസ തോമസിനെ നിയമിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. എവിടെ? ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയി. ആ നിയമനം, നേരത്തെയുള്ള നിയമനം റദ്ദാക്കിക്കൊണ്ട് നടത്തിയ നിയമനമായിരുന്നു. അതുകൊണ്ട് തന്നെ സിസ തോമസിന് നേരത്തെ 2022 നവംബറിൽ ആ ചുമതല നൽകിയപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിലേക്ക് പോയി സർക്കാർ. അവിടെ തിരിച്ചടി നേരിട്ടു. സുപ്രീം കോടതിയിലേക്ക് പോയി, അവിടെ തിരിച്ചടി നേരിട്ടു. അതിനുശേഷം എന്തു ചെയ്തു? അവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ അടക്കം തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിസ തോമസ് സ്വാഭാവികമായും പിന്നീട് വരുന്ന ഗവർണർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രൂപത്തിൽ, അതായത് അവരുടെ നിയമനം ഗവർണർ നടത്തിയതാണ്. ഗവർണർ എന്ന് വെച്ചാൽ ചാൻസലർ നടത്തിയതാണ്. ചാൻസലർ നടത്തിയ നിയമനം, ആ നിയമനത്തെ സർക്കാർ എതിർക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ ഇവിടെ വൈസ് ചാൻസലറും സ്വാഭാവികമായ രാഷ്ട്രീയ പോരിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. അവരൊരു നല്ല വൈസ് ചാൻസലർ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയിലേക്ക്, അവർക്ക് പെൻഷൻ നൽകാതിരിക്കുന്ന രൂപത്തിലേക്കൊക്കെ ആ ഏറ്റുമുട്ടൽ പോയി. ഒടുവിൽ അത് നൽകേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിലുള്ളൊരു പോരാട്ടം വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഒരു രാഷ്ട്രീയം ഇടതുപക്ഷം നടത്തുന്നുണ്ട്. അപ്പുറത്ത് ചാൻസലറുടെ രാഷ്ട്രീയം നടക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ പോരും നടക്കുമ്പോൾ ഏത് രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കണമെന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ കാവിക്കുടിയ ഏന്തിയ ഭാരതാംബ, ആ ഭാരതാംബയുടെ പുറകെയുള്ള മാപ്പ്, അത് ഇന്ത്യയുടെ മാപ്പല്ല എന്നടക്കം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഭരണഘടനാ ചുമതലയുള്ള ഗവർണർ, ചാൻസലർ ഇങ്ങനെ പ്രവർത്തിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. മനുസ്മൃതിയിലേക്ക് മടങ്ങിപ്പോകുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ഇവർ നടത്തുകയാണ്. സ്കൂളുകളിൽ ഇത് സംബന്ധിച്ച പഠനം നടത്തണമെന്ന്, കുട്ടികളെ അത് പഠിപ്പിക്കണമെന്ന് പറയുകയാണ്. ആ രൂപത്തിലേക്കൊക്കെ പ്രസംഗങ്ങൾ ഗവർണർ നടത്തുന്നപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇത് പ്രവർത്തിപ്പിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖല തന്നെയാണ് ലക്ഷ്യം, കുട്ടികൾ തന്നെയാണ് ലക്ഷ്യം. കുട്ടികളിലൂടെ ഇത് എത്തിക്കുക എന്ന് തന്നെയാണ് BJP ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഗൗരവത്തിലുള്ള ഇടപെടലായിട്ടാണ് ഇപ്പോഴത്തെ ഗവർണറുടെ ഇടപെടൽ ഞാൻ കാണുന്നത്. അതിനെ രാഷ്ട്രീയമായി ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് നടത്തേണ്ട കാര്യമാണ്. എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല. കോടതിയുടെ പിന്തുണ കൂടി ഈ വിഷയത്തിൽ വേണ്ടതാണത്. എത്രത്തോളം ഉണ്ടാകുമെന്നറിയില്ല. ഒരു പക്ഷേ കോടതി രജിസ്ട്രാറുടെ സസ്പെൻഷൻ ശരിവെക്കുന്ന രൂപത്തിലേക്ക് പോയേക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് മുന്നിലുള്ള വഴി. അത് നേരിടുക തന്നെ വേണം. അതിനൊപ്പമാണ് ഞാനുമുള്ളത് എന്നുള്ളതാണ്. സുജയ, ഭാരതാംബയിൽ ചെറുത്തുനിൽപ്പാണോ? പിന്നെ ചെറുത്തുനിൽപ്പ് ഇപ്പോൾ എത്ര ദിവസമായി, അല്ലെങ്കിൽ എത്ര ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 25-ാം തീയതി ആയിരുന്നു അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം. അന്ന് SFIയുടെയൊക്കെ ചെറുത്തുനിൽപ്പ് കണ്ടപ്പോൾ ഞാൻ കരുതി ഗവർണർ വരില്ല, ഗവർണർ പേടിച്ച് രാജ്ഭവനിൽ ഇരിക്കുമെന്ന്. അത്രമാത്രം ചെറുത്തുനിൽപ്പായിരുന്നു. കാരണം സെനറ്റ് ഹാളിൻ്റെ മുന്നിലും ഗേറ്റിന് പുറത്തും എല്ലാം SFIക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെ KSU ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ പ്രതിഷേധമൊക്കെ നടക്കുന്നതിനിടയിൽ 6:25 ആയപ്പോഴേക്കും ഗവർണർ പത്മനാഭ സേവാ സമിതിയുടെ അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ ആ അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോയ ആളുകളെ ആദരിക്കുന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന സ്വകാര്യ പരിപാടിയിലേക്ക്, പത്മനാഭ സേവാ സമിതി ജിമ്മി സാർ കറക്റ്റായിട്ട് ചൂണ്ടിക്കാട്ടിയതുപോലെ ആ സ്വകാര്യ പരിപാടിയിലേക്ക് ഗവർണർ കൃത്യം 6:25 അപ്പോൾ 5:30 നിശ്ചയിച്ച പരിപാടിയായിരുന്നു. 5:30 ആ പരിപാടി നടക്കാതിരിക്കുന്നതിന് കാരണമായത് ആരാണ്? അത് രജിസ്ട്രാർ KS അനിൽകുമാറാണ്. അതത്രയും നല്ല ക്ലാരിറ്റിയോടെ നിൽക്കുന്ന കാര്യങ്ങളാണ്. രജിസ്ട്രാർ വന്നു, പരിപാടി നടക്കില്ല എന്ന് സംഘാടകരോട് അറിയിച്ചു. പരിപാടി നടത്തണമെങ്കിൽ ഭാരതാംബയുടെ ചിത്രം ആ നിലവിളക്കിന് പിന്നിൽ വെച്ചിരിക്കുന്നത് എടുത്തു മാറ്റണം. സെനറ്റ് ഹാളിൻ്റെ വേദിയിൽ ചിത്രമുണ്ടായിരുന്നു. നമ്മൾ തത്സമയം ആ ദൃശ്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ ഒപ്പം തന്നെ മറ്റു മാധ്യമങ്ങളും. അപ്പോൾ ആ ചിത്രം എടുത്തു മാറ്റില്ല, അത് ഞങ്ങളുടെ പരിപാടിയുടെ ചിത്രമാണ്, പരിപാടിക്കായി ഞങ്ങൾ വെച്ചിരിക്കുന്ന ചിത്രമാണ് എന്ന് സംഘാടകർ പറയുന്നു. അപ്പോഴാണ് ഗവർണറെ അല്ലെങ്കിൽ രാജ്ഭവനെ രജിസ്ട്രാർ ഈ പരിപാടി നടക്കില്ല അല്ലെങ്കിൽ പരിപാടി റദ്ദാക്കിയെന്ന് അറിയിക്കുന്നത്. അപ്പോൾ പരിപാടി റദ്ദാക്കിയെന്ന് അറിയിക്കാൻ രജിസ്ട്രാർ എന്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ വിഷയങ്ങൾ പരിഗണിച്ചാണ് ആ തീരുമാനമെടുത്തത്? അതാണല്ലോ രജിസ്ട്രാർക്ക് നേരെ കാരണം കാണിക്കൽ നോട്ടീസായി വന്ന ആ ഉള്ളടക്കത്തിൽ ഈ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ രജിസ്ട്രാർ കൊടുത്ത മറുപടി അത് നിലനിൽക്കില്ല എന്ന് കാട്ടിക്കൊണ്ടാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നത്. ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്തതിന് ശേഷമാണ് VC മോഹനൻ കുന്നുമ്മൽ വിദേശത്തേക്ക് പോകുന്നത്. തുടർന്ന് താൽക്കാലിക VCയായി സിസ തോമസ് വരുന്നു. അപ്പോൾ മോഹനൻ കുന്നുമ്മൽ പോവുകയും സിസ തോമസ് വരികയും ചെയ്യുന്നു. അപ്പോൾ സിസ തോമസ് വന്നു കഴിയുമ്പോഴേക്കും സിൻഡിക്കേറ്റിനൊരു ആശ്വാസമാണ്, ഇടത് സിൻഡിക്കേറ്റിന്. അവരുടെ ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യോഗം വിളിക്കാനായിട്ട്, അതായത് കോടതി ഉത്തരവിന് മറുപടി കൊടുക്കണമല്ലോ, കോടതി പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള മറുപടി സത്യവാങ്മൂലമായി കൊടുക്കണം. അപ്പോൾ അതിനായി അങ്ങനെ ഒരു അജണ്ട നിശ്ചയിക്കുന്നു. ഇന്നത്തെ യോഗം അടിയന്തര സിൻഡിക്കേറ്റാണ്. അടിയന്തര സിൻഡിക്കേറ്റ് ചേരുന്നപ്പോഴാണ് അടിയന്തരമായ കാര്യങ്ങൾ, എമർജൻസി എന്ന് പറയുന്ന വാക്ക് നിങ്ങളൊക്കെ പലവട്ടം ഇപ്പോൾ പറഞ്ഞു പോകുന്നതിനിടയിൽ പരാമർശിച്ചല്ലോ. അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് എന്തുകൊണ്ട് എൻ്റെ പരിപാടി വൈകി എന്നുള്ള കാര്യത്തിൽ, അതായത് ആ പരിപാടി വൈകുന്നതിലേക്ക്
നയിച്ച കാരണങ്ങൾ അത് മനസ്സിലാക്കുന്നതിന് രജിസ്ട്രാർ ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തത് എന്തുകൊണ്ട്, അക്കാര്യത്തിൽ ഗവർണർ, അതായത് ചാൻസലറായ ഗവർണർ ആവശ്യപ്പെട്ടതുകൊണ്ടാണല്ലോ രജിസ്ട്രാറോട് വിസിക്ക് കാരണം എന്താണ് എന്ന് ചോദിക്കേണ്ടി വന്നതും അതിന് മറുപടി കൊടുക്കേണ്ടി വന്നതും. അപ്പോൾ ചാൻസലർക്കാണ് ഏത് സർവകലാശാല എടുത്തു കഴിഞ്ഞാലും ചാൻസലർ തന്നെയാണ് നമ്പർ 1. അത് ഏത് ചട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപവകുപ്പുകളിലേക്കൊന്നും പോകേണ്ട, ആദ്യം തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോഡിയുടെ സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണർക്ക് തന്നെയാണ് പരമാധികാരം എന്നുള്ളത്. അപ്പോൾ ഗവർണർ അവിടെ ഒരു എമർജൻസി സിറ്റുവേഷൻ കണ്ടെത്തുന്നതുകൊണ്ടാണ് ചാൻസലറായ അദ്ദേഹത്തിന്റെ കീഴിലുള്ള കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ മറ്റൊരു സ്വകാര്യ സംഘടന നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? അതേ സർവകലാശാലയിലെ തന്നെ സ്റ്റുഡൻസ് ആയ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ വന്ന് തടയുന്നു, ബഹളം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് വരാൻ കഴിയില്ല, പരിപാടി റദ്ദാക്കണം, ഭാരതാംബയുടെ ചിത്രം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ റീസൺസ് വാലിഡ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവർണർ ആ പരിപാടി അറ്റൻഡ് ചെയ്തത്. പ്രസംഗത്തിലടക്കം അദ്ദേഹം ഞാൻ ഇങ്ങോട്ട് വരാൻ എനിക്ക് കഴിയാതിരുന്ന അല്ലെങ്കിൽ താമസിച്ചതിന്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ എന്ന് അദ്ദേഹം ആ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുമുണ്ട്. അപ്പോൾ ഗവർണർ ഈ സിറ്റുവേഷനെ കുറിച്ച്, ഈ സംഭവ വികാസങ്ങളെക്കുറിച്ച് വെൽ അവെയറാണ്. ഞാൻ മനസ്സിലാക്കുന്ന രാജ്ഭവനിലിരുന്ന് അദ്ദേഹം ദൃശ്യമാധ്യമത്തിലൂടെ ടെലിവിഷനിലൂടെ ഈ ദൃശ്യങ്ങൾ മുഴുവൻ കാണുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചതും വന്നു, പരിപാടിയിൽ പങ്കെടുത്തു, പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഹൈക്കോടതിയിലേക്ക് വരാം. ജൂലൈ 4-ാം തീയതി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ രജിസ്ട്രാറുടെ ഹർജിയാണ് വരുന്നത്. സർവകലാശാലയുടെ അല്ല, രജിസ്ട്രാറുടെ ഹർജി. എന്തിനാണ്? സസ്പെൻഷനിലായ രജിസ്ട്രാർ തന്റെ സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ കോടതി ചോദിച്ച ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നള്ളിഫൈ ചെയ്യുന്ന ചോദ്യമാണ്. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകും? അതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. VCയുടെ ഉത്തരവ് അതുകൊണ്ടാണ് സ്റ്റേ ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ സസ്പെൻഷൻ ഉത്തരവ് അപ്പോൾ തന്നെ ഹൈക്കോടതിക്ക് സ്റ്റേ ചെയ്യാമായിരുന്നു. സത്യവാങ്മൂലം, വിശദീകരണം ഇതൊക്കെ ആവശ്യപ്പെട്ടതിന് ശേഷം നാളെ കോടതി ഇക്കാര്യം പരിഗണിക്കാൻ ഇരിക്കുകയാണ്. രജിസ്ട്രാറുടെ ഹർജിയാണ് പരിഗണിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ കക്ഷി ചേരണം, അല്ലെങ്കിൽ സർക്കാർ കൂടി ഭാഗമാകണം എന്ന ഒരു ആവശ്യം ഉയർന്നിരുന്നു. മാത്രമല്ല ഇന്ന് ഇപ്പോൾ ഈ അടിയന്തര യോഗം വിളിപ്പിച്ച ഇടത് സിൻഡിക്കേറ്റിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിലേക്ക് പോകുന്നതിന് പകരം ഇതുപോലെ യോഗം ചേർന്ന് ഞങ്ങൾക്കാണ് അധികാരം, ഞങ്ങൾക്കാണ് രജിസ്ട്രാറെ പുറത്താക്കാനും നിയമിക്കാനുള്ള അധികാരം എന്ന വാദം അപ്പോഴും ഉണ്ടല്ലോ. അതിപ്പോൾ പൊട്ടിമുളച്ച വാദമൊന്നുമല്ലല്ലോ ഈ പറയുന്ന ക്ലോസസ് ഒന്നും. അപ്പോൾ നേരത്തെ തന്നെ ഇതുപോലെ തിരിച്ചെടുക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് അത് ചെയ്തില്ല? കോടതിയിൽ നിന്ന് 4-ാം തീയതി ഈ ചോദ്യം വന്നതിന് ശേഷം ഇന്ന് 6-ാം തീയതി ഞായറാഴ്ച അടിയന്തര സിൻഡിക്കേറ്റ് ചേർന്നിട്ട് തിരിച്ചെടുക്കുന്ന 4:30 വന്ന് ജോയിൻ ചെയ്യാൻ പറയുന്നതിന്റെ അതിന്റെ പിന്നിലെ യുക്തി എന്ന് പറയുന്നത് രാഷ്ട്രീയ യുക്തി തന്നെയാണ്. അതായത് കോടതിയിൽ പോയി തോൽക്കും, അതിനു മുൻപ് കുറച്ച് മണിക്കൂറുകളെങ്കിലും ഞങ്ങൾ തിരിച്ചെടുപ്പിച്ചല്ലോ എന്ന് മേനി നടിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ അടിയന്തര യോഗത്തിൽ ഈ നീക്കങ്ങളൊക്കെ നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ്. കോടതിയിലേക്ക് നാളെ വരുമ്പോൾ കോടതിയുടെ നിരീക്ഷണമായി, അതായത് കഴിഞ്ഞ ദിവസം 4-ാം തീയതി പരിഗണിച്ചപ്പോൾ കോടതി നിരീക്ഷണമായി പറഞ്ഞ ഒരു വാചകമുണ്ട്. വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ട്. കോടതിയുടെ നിരീക്ഷണമാണ്, എൻ്റെ അല്ല. അപ്പോൾ കോടതിക്ക് ഇക്കാര്യത്തിൽ നിയമവശങ്ങൾ പരിശോധിച്ചായിരിക്കുമല്ലോ കോടതി നിരീക്ഷണങ്ങൾ നടത്തുക. അപ്പോൾ VCക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതായത് സിൻഡിക്കേറ്റ് ചേരുന്നില്ലെങ്കിൽ VCക്ക് ഉത്തരവിറക്കാം എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ആ എമർജൻസി സിറ്റുവേഷൻ മാത്രം നാളെ സിസ തോമസ് എന്ന ഇപ്പോഴത്തെ താൽക്കാലിക VC വിശദീകരിച്ചാൽ മതി. അതവർക്ക് വിശദീകരിക്കാനും സാധിക്കും. അതിനായുള്ള ആ സത്യവാങ്മൂലം തയ്യാറാക്കുന്നതിനാണ് ഇന്ന് അടിയന്തര സിൻഡിക്കേറ്റ് വിളിച്ചത്. അല്ലാതെ മറ്റ് അജണ്ടാസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മളോട്, മാധ്യമങ്ങളോട് വന്ന് പറയുന്നത് ആരാണ്? ഈ താൽക്കാലിക VCയാണ്. അതേസമയമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുന്നത് KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് ഞങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു, അദ്ദേഹത്തിന് സസ്പെൻഷൻ ഇല്ല. ഇത് അവർക്ക് കോടതിയിലേക്ക് പോകുന്നതിന് മുൻപ് ചെയ്തിരുന്നെങ്കിൽ, കാരണം കോടതി സബ് ജുഡീസ് ആണ്, കോടതിയുടെ അധികാരപരിധിയിൽ അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന വിഷയമാണ്. അതിലാണ് ഇപ്പോൾ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കയറി കളിച്ചിരിക്കുന്നത്. അത് കോടതി കൃത്യമായി മനസ്സിലാക്കും. അതിലെ പൊളിറ്റിക്സ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ബെഞ്ച് തന്നെയാണ് ഹൈക്കോടതിയിലുള്ളത്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം VC ചെയർ ചെയ്തിരുന്ന മീറ്റിംഗിൽ നിന്ന് VC അടിയന്തര അജണ്ട എന്തായിരുന്നു? സത്യവാങ്മൂലം കൊടുക്കാനുള്ളതിനെ കുറിച്ചുള്ള ചർച്ച. ആ ചർച്ച പൂർത്തിയാക്കി, ആ ചർച്ച പൂർത്തിയായിരിക്കുന്നു. മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് യോഗത്തിൽ VC പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞതിന് ശേഷമാണ് VC ആ യോഗം വിട്ടുപോകുന്നത്. അതിനുശേഷം നിങ്ങൾ A, B or C ആരെ നിങ്ങൾ അധ്യക്ഷനാക്കി അല്ലെങ്കിൽ അധ്യക്ഷയാക്കി വെച്ചുകൊണ്ട് ആ യോഗം കണ്ടിന്യൂ ചെയ്താലും അത് വാലിഡ് ആണോ? ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ലീഗലി വാലിഡ് ആണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതായത് കൺവീൻ ചെയ്യേണ്ട ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടത് വൈസ് ചാൻസലറാണ്. ആ വൈസ് ചാൻസലർ കൺവീൻ ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ യോഗമാണ്. വൈസ് ചാൻസലർ ഇല്ലെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ വൈസ് ചാൻസലർ യോഗത്തിന് വരാൻ അവൈലബിൾ അല്ലെങ്കിൽ മാത്രമാണ് സിൻഡിക്കേറ്റിന് സ്വന്തം നിലയ്ക്ക് യോഗം ചേർന്ന് അവരിൽ നിന്ന് തന്നെ ഒരാളെ അധ്യക്ഷയാക്കിക്കൊണ്ട് ആ യോഗം ചെയർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക. ഇത് VC വിളിച്ച അടിയന്തര യോഗമാണ്, ഞായറാഴ്ചയാണ്. ഇന്ന് നടന്ന ആ യോഗം കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്ന് VC പ്രഖ്യാപിച്ചതിന് ശേഷം സമാന്തരമായി മറ്റൊരു യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്ത് 4:30 തിരിച്ച് KS അനിൽകുമാറിനെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ ആ തീരുമാനം നിലനിൽക്കുമോ എന്നുള്ള കാര്യം അതൊരു ലീഗൽ ക്വസ്റ്റ്യനാണ്. രാഷ്ട്രീയം മാറ്റിവെക്കാം, രാഷ്ട്രീയമായി കളിച്ചു, പക്ഷേ ലീഗൽ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കും. ആ ലീഗൽ ക്വസ്റ്റ്യനാണ് ഹൈക്കോടതി നാളെ പരിഗണിക്കാൻ പോകുന്നതും. ഇനി രജിസ്ട്രാർ വാദിച്ചത് എന്തൊക്കെയാണ്? ഹൈക്കോടതിയിൽ വാദിച്ചത് നിയമിച്ചത് സിൻഡിക്കേറ്റാണ്, നടപടിയും സിൻഡിക്കേറ്റിനെ എടുക്കാൻ കഴിയൂ. പക്ഷേ എമർജൻസി ക്ലോസ് അവിടെ നിൽക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധികൾ കോട്ട് ചെയ്തു. എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ കഴിയൂ എന്നുള്ളത് ആ സുപ്രീം കോടതി വിധി കോട്ട് ചെയ്യുമ്പോൾ മറുഭാഗത്ത് കോടതിയും കണക്കാക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധിയിലും ഈ എമർജൻസി സിറ്റുവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ VCക്ക് ഇടപെടാൻ കഴിയുന്നത്, ഏറ്റവും ദുർബലമായ വാദം അതായിരുന്നു, VCക്ക് ഇടപെടാൻ കഴിയുന്നത് അക്കാദമിക്, നോൺ അക്കാദമിക് വിഷയങ്ങളിൽ മാത്രമാണ്.
വിഷയമാണ്. ഇത് നോൺ അക്കാദമിക് വിഷയമാണ് സാർ. അപ്പോൾ ഈ നോൺ അക്കാദമിക് വിഷയത്തിൽ VC ഇടപെട്ടുകൂടെ? ഇടപെടാം. രജിസ്ട്രാർ എന്ന് പറയുന്നത് ഒരു സാലറിഡ് ഓഫീസറാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ സാലറിഡ് ഓഫീസറാണ് KS അനിൽകുമാർ. അപ്പോൾ ആ വിഷയത്തിൽ VCക്ക് ഇടപെടാൻ സാധിക്കും. സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്നതാണ് VC അറിയിക്കേണ്ടത്. അത് ഗവർണറുടെ വരവ്, അതെല്ലാം തടസ്സപ്പെടുത്തുന്ന തരത്തിലുണ്ടായ ഫോൺ കോൾ, അതടക്കം കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കുകയാണ്. പിന്നെ ലോ ആൻഡ് ഓർഡർ എമർജൻസി സിറ്റുവേഷൻ, അത് പോലീസിന് കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കുന്നതേ ആയിരുന്നുള്ളൂ. പോലീസും വിശദീകരണം കൊടുക്കണം. പോലീസ് കണ്ടെയ്ൻ ചെയ്തു. ആ പരിപാടിയിലേക്ക് ഗവർണർക്ക് എത്താൻ സാധിച്ചു, ഗവർണർക്ക് തിരിച്ചു പോകാൻ സാധിച്ചു. പരിപാടി സുഗമമായി നടന്നിട്ടുമുണ്ട്. അവിടെ പരിപാടി നടന്നില്ലായിരുന്നെങ്കിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ആണ് എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ഗവർണറെ അങ്ങനെ വിളിച്ചറിയിച്ചത് എന്നുള്ള വാദം നിൽക്കും. പക്ഷേ ഇവിടെ പരിപാടി സുഗമമായി നടന്നു. ഗവർണർ വന്നു. പരിപാടി വൈകിപ്പിക്കാനുണ്ടായ കാരണം രജിസ്ട്രാർ ആണെന്ന് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവിടെ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആ ചിത്രത്തെക്കുറിച്ച്, സർവകലാശാല ഹാളിൽ പ്രദർശിപ്പിച്ച മതചിഹ്നമുള്ള ചിത്രം ഏതാണ്? കാരണം സർവകലാശാല ഹാൾ, അതായത് സെനറ്റ് ഹാൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ മതാചാര പ്രകാരമുള്ള പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചിത്രങ്ങളോ അങ്ങനെയുള്ള എന്തിൻ്റെയെങ്കിലും ഒരു എക്സിബിറ്റ് അവിടെ വെക്കുന്നുണ്ടോ എന്നുള്ളത്. ഇതിനെ നമ്മളൊരു എക്സിബിറ്റായി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു മതചിഹ്നമല്ല. പിന്നെ ഇവിടെ രജിസ്ട്രാർ പറഞ്ഞ വിചിത്രമായ ന്യായം, സെക്യൂരിറ്റി ഓഫീസറാണ് ഇക്കാര്യം തന്നെ അറിയിച്ചത്. സെക്യൂരിറ്റി ഓഫീസർക്ക് ഈ ചിത്രം കണ്ടപ്പോൾ ഒരു ഹിന്ദു ദേവതയാണെന്ന് തോന്നി. ആരുടെയെങ്കിലും തോന്നലും കൊണ്ട് കോടതിയിൽ ചെന്നാൽ കോടതി അതെടുത്ത് ചുരുട്ടി മടക്കി അങ്ങ് കളയും. തോന്നലല്ല, കൃത്യമായിട്ട് അത് എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കണം. അത് സാധിച്ചിട്ടില്ല. ഈ പരിപാടി ക്യാൻസൽ ചെയ്തതിൻ്റെ കാരണമടക്കം വ്യക്തമാക്കി ക്യാൻസൽ ചെയ്തു എന്ന് അറിയിച്ചു എന്നുള്ളത് രജിസ്ട്രാർ സമ്മതിക്കുന്നുണ്ട്. ഗവർണറുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ രാജ്ഭവനിൽ നിന്ന് VCയോട് ഇക്കാര്യങ്ങൾ ചോദിക്കാനുള്ള റീസണും അതാണ്. അതായത് ബേസ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. ഈ ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകും എന്നുള്ളത് തിരിച്ചും മറിച്ചും ഗുണിച്ചും ഹരിച്ചും ഒക്കെ നോക്കിയാലും വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഭാരതാംബ ഒരു മതത്തിൻ്റെയും ചിഹ്നമല്ല. ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതീകമായി അല്ലെങ്കിൽ നമ്മുടെ മാതൃഭൂമിയുടെ പ്രതീകമായി അങ്ങനെയൊക്കെ കാണുന്ന ഭാരതാംബയെ, RSSന്റെ കൊടി പിടിച്ച ഭാരതാംബ, RSS എന്ന് കേട്ടാൽ നമ്മൾ അപ്പോഴേ കലി തുള്ളണം എന്നൊക്കെ ചിന്തയുള്ള ഒരുപാട് പേർ കേരളത്തിലുണ്ടാകും. അങ്ങനെയുള്ള കലിയൊക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ആ ചിഹ്നം ഒരു സ്വകാര്യ സംഘടനയായ പത്മനാഭ സേവാ സമിതിക്ക് അവിടെ വെക്കണം. ഞങ്ങളുടെ പരിപാടിയിൽ അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ ആചരിക്കുന്ന പരിപാടിയിൽ അടിയന്തരാവസ്ഥ കാലത്ത് പൊരുതിയ RSSന്റെ കൊടിയുള്ള ഒരു ചിത്രം ഇരിക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ആ പരിപാടിയുടെ സംഘാടകർക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് അവർ ആ പടം കൊണ്ടുവച്ചത്. അല്ലാതെ ഗവർണർ ആ പടവുമായി രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടു വരികയാണ്, അദ്ദേഹത്തിന്റെ കാറിൽ ആ പടമൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ഗവർണർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി ഈ ചിത്രം അവിടെ വെച്ച് പ്രകോപിപ്പിച്ചു എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ വാദത്തിന് വേണ്ടിയെങ്കിലും പറയാം. പക്ഷേ ഇവിടെ അത് ഉണ്ടായിട്ടില്ല എന്നതാണ്. മാത്രമല്ല കോടതി ചോദിച്ച മറ്റൊരു കാര്യം, ആ ചിത്രം വെച്ചതുകൊണ്ട് കേരളത്തിൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാക്കിയത് എന്നതാണ്. അതിനുള്ള രജിസ്ട്രാറുടെ അഭിഭാഷകന്റെ മറുപടി എന്ന് പറയുന്നത് SFIയും ABVPയും തമ്മിൽ ക്ലാഷ് ഉണ്ടായി. ഇവിടെ നാട്ടിൽ എന്താ SFI ABVPയും തമ്മിൽ ഒരു വിഷയത്തിലും ക്ലാഷ് ഉണ്ടാവാതിരിക്കുക? പക്ഷേ മനഃപൂർവ്വം ഈ കൊടിയും ഈ പടവും അവിടെ നിന്ന് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞെങ്കിലും കൊണ്ടുവന്നില്ല. പക്ഷെ ഗവർണർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പങ്കെടുക്കുന്ന ഏത് സ്വകാര്യ പരിപാടിയിൽ ഈ പടം വേണം. അല്ല, ഗവർണർ അത് അവിടെയാണ് തെറ്റിയത്. അതായത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഞാൻ ഈ അതായത് രാജ്ഭവനിൽ വെച്ച് നടക്കുന്ന സ്വകാര്യ പരിപാടികളിൽ, ഗവർണറുടെ ബൈറ്ററാണ്, ഗവർണറുടെ എക്സ്പോസ്റ്റ് അതാണ്, രാജ്ഭവനിൽ വെച്ച് നടക്കുന്ന സർക്കാർ പരിപാടികളല്ലാത്ത മറ്റു പരിപാടികളിൽ അവിടെ നിലവിളക്ക് കൊളുത്തുന്ന പരിപാടികളുണ്ടെങ്കിൽ ഈ ചിത്രവും ഉണ്ടാകും. അതാണ് രാജ്ഭവനും ഗവർണറും വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലാതെ രാജ്ഭവന് പുറത്തുള്ള പരിപാടികളിൽ, പുറത്ത് നടന്ന പരിപാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, അവിടെയും സംഘാടകരാണ് ആ ചിത്രം വെച്ചത്. ഗവർണർ കൊണ്ടുപോയി വെക്കുകയല്ല. അതാണ് ജിമ്മി സാറേ, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഈ ചിത്രത്തോട് ഒരു അലർജി ഉണ്ടാകും. അലർജി ഇല്ലാത്ത ഒരുപാട് പേര് ഈ നാട്ടിൽ കൂടി വരുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഗവർണർക്ക് വാശിയുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അല്ലല്ല, ഗവർണർക്ക് വാശിയുള്ളത് കൊണ്ടെന്നല്ല, ഗവർണർക്ക് ആ ചിത്രത്തോട് ആഭിമുഖ്യമുണ്ട്. അദ്ദേഹം ഒരു RSS കാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നിരീക്ഷിച്ചതാണ്. തീയിൽ കുരുത്ത രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇവിടെ SFIയുടെ പ്രതിഷേധം കണ്ട് ആ വെയിലത്തൊന്നും വാടാൻ പോകുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു രീതിയൊന്നുമല്ല രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ രീതികൾ എന്താണെന്ന് കേരളം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം വളരെ മൃദുഭാഷിയാണ്. കാര്യങ്ങൾ അല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ RSS കാരൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം പല പാർട്ടികളിലൂടെ കടന്നുപോയതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മെറിറ്റിൽ ഇവിടെ ഗവർണറായി വരുന്നു. പക്ഷേ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് RSSന്റെ കൊടി കണ്ടാൽ ഹാലിളകേണ്ട ആവശ്യമില്ല. അത് എല്ലാവർക്കും ഒരേ രീതിയിലല്ലല്ലോ താല്പര്യങ്ങൾ. ചുവന്ന കൊടിയോട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാകണമെന്ന് ശഠിക്കാൻ കഴിയില്ല. ചിലർക്ക് കാവിക്കൊടിയോടായിരിക്കും താല്പര്യം. ഇവിടെ വിഷയത്തിലേക്ക് വരാം. ഒറ്റ മിനിറ്റ് പൂർത്തിയാക്കിക്കോട്ടെ മാഡം, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇപ്പോഴത്തെ രജിസ്ട്രാർക്ക് കാവിക്കൊടിയോട് അലർജിയുണ്ടോ, ഭാരതാംബയോട് അലർജിയുണ്ടോ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2020 അദ്ദേഹം പ്രിൻസിപ്പലായിരുന്നപ്പോൾ, ശ്രീ അയ്യപ്പ കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു ഈ രജിസ്ട്രാർ KS അനിൽകുമാർ. അന്ന് അദ്ദേഹം പങ്കെടുത്ത, അദ്ദേഹം പ്രിൻസിപ്പലായിരിക്കുന്ന കോളേജിൽ ധ്വനി കലാലയ യൂണിയൻ അവരുടെ പരിപാടിയിൽ 2020 അദ്ദേഹം പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. 2-3 ദിവസമായി പുറത്തു വന്നിരുന്നു. നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും. അന്ന് ഭാരതാംബയുള്ള, അതായത് കാവിക്കൊടി പിടിച്ച ഭാരതാംബയുള്ള ഈ എല്ലാം ഉണ്ട്, സിംഹവും എല്ലാം ഉണ്ട്, അങ്ങനെയുള്ള ഒരു ബാനറാണ് പിന്നിൽ ശ്രീ അയ്യപ്പ കോളേജിൽ വെച്ചിരുന്നത്. അവിടുത്തെ പ്രിൻസിപ്പലായിരുന്നു ശ്രീ KS അനിൽകുമാർ. അദ്ദേഹത്തിന് അന്ന് ഒരു അലർജിയുമില്ല. അന്ന് അദ്ദേഹത്തിന് ഒരു വർഗീയതയും
രാഷ്ട്രീയമില്ല. ഈ കാവിക്കുടി കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് ഹിന്ദു ദേവതയാണെന്നും തോന്നിയിട്ടില്ല. ഒരു കാര്യവും ഒരു വിമർശനവും ഉന്നയിക്കാതെ അദ്ദേഹം പ്രിൻസിപ്പലായിരിക്കുന്ന കോളേജിലാണെന്ന് ഓർക്കണം. ആ പരിപാടിയിൽ പങ്കെടുത്ത KS അനിൽകുമാറിന് ഇപ്പോൾ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് പോലെ ഇവിടെ ചാടിക്കളിക്കേണ്ട സാഹചര്യം എന്താണ്? അദ്ദേഹം കാണിക്കുന്ന രാഷ്ട്രീയമല്ലേ? അങ്ങനെയാണെങ്കിൽ ഗവർണർ ഈ ഭാരതാംബ എന്ന് കേട്ടാൽ ഉടൻ അതിനെ എതിർക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവിടെയുണ്ട്. അതെന്താണ് ചർച്ച ചെയ്യാത്തത്? ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഗവർണറുടെയും മാത്രം രാഷ്ട്രീയമല്ല, രജിസ്ട്രാർക്കും ഇവിടെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടിയിൽ അലമുണ്ടാക്കാനായി നോക്കിയത്. അപ്പോൾ അന്ന് വർഗീയത കാണാത്ത 2020 വർഗീയത കാണാത്ത KS അനിൽകുമാർ ഇവിടെ വർഗീയത ഉണ്ടാക്കുന്ന ചിത്രമാണിതെന്ന് ഉള്ള ഒരു തോന്നലിലേക്ക് എത്തിയത് രജിസ്ട്രാറായി നിയമിച്ചവരോടുള്ള നന്ദിയായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഗവർണർ പങ്കെടുക്കുന്ന പ്രോട്ടോകോൾ ഉള്ള പരിപാടിയിൽ തടസ്സമുണ്ടാക്കി എന്നത് വസ്തുതയാണ്. അതിൽ ഹൈക്കോടതി തീരുമാനം എടുക്കട്ടെ. ഇവിടെ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ ഡിസിഷൻ വാലിഡ് ആണോ എന്നതും കോടതിയിൽ നാളെ കണ്ടസ്റ്റ് ചെയ്യും. ഏതായാലും അനിൽകുമാറിന്റെ പറ്റി ഇപ്പോൾ സുജയ പറഞ്ഞ കാര്യം അനിൽകുമാർ വിശദീകരിക്കുന്ന കാര്യമാണ്, നമുക്ക് അറിയാത്ത കാര്യമാണ്. ഏതായാലും രജിസ്ട്രാർ ഹർജി പിൻവലിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബ്രേക്കിംഗ് വാർത്ത. കേരള സർവകലാശാലയിലെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിഷയത്തിൽ അദ്ദേഹം ഹർജി പിൻവലിക്കാൻ പോകുന്നു. അതിന്റെ കാരണം സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയതുകൊണ്ടാണ്. വളരെ തന്ത്രപരമായി കോടതിയിൽ നിന്ന് അടി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ വളരെ തന്ത്രപരമായി നീങ്ങുകയാണ്. അതുകൊണ്ട് പക്ഷേ കോടതി ഇത് പിൻവലിക്കുമെന്നുള്ളത് ഹർജി പിൻവലിക്കുന്ന കാര്യം നാളെ അഭിഭാഷകനെ അറിയിക്കും. അതാണ് നാളെ കോടതിയിൽ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഹർജി പിൻവലിക്കാൻ ചെല്ലുമ്പോൾ ഇവിടെ VCയുടെ സത്യവാങ്മൂലം അവിടെ എത്തും, കേരള പോലീസിന്റെ സത്യവാങ്മൂലം അവിടെ എത്തും. നമുക്ക് നോക്കാം. എന്തായാലും കാര്യങ്ങൾ വളരെ രസകരമായി പോവുകയാണ്. എൻ്റെ ടൈക്ക് ഇപ്പോഴും ഒരു കേരള യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ വേറെയാണ്. മര്യാദയ്ക്ക് പരീക്ഷ നടത്തി സിലബസ് പരിഷ്കരിച്ച് കാര്യങ്ങൾ നടത്തുന്നതിന് പകരം ഇനി ഈ യുദ്ധം എത്ര കാലം മുന്നോട്ട് പോകും? ഈ യുദ്ധം ഒരു സ്വകാര്യ ചടങ്ങിൻ്റെ പേരിൽ തുടങ്ങിയതല്ലേ, അതെങ്ങനെയാവും? ആ സ്വകാര്യ ചടങ്ങിൻ്റെ പേരിൽ തുടങ്ങിയതാണെങ്കിലും അതിലൊരു തുടർച്ചയുണ്ടാകുമെന്നുള്ള സൂചനകൾ ഗവർണർ നൽകുന്നുണ്ട്. അതിൽ രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വിദ്യാർത്ഥികളുടെ കാര്യം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം വേണ്ടേ? എൻ്റെ അഭിപ്രായം ഈ രാഷ്ട്രീയം വേണ്ടേ? എൻ്റെ അഭിപ്രായം രാഷ്ട്രീയം വേണം. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇഷ്ടമില്ലാത്ത ഒരാളെ എവിടെയും കയറി ചവിട്ടി താക്കാന്നുള്ളതല്ല. ആളെ ചവിട്ടി രാഷ്ട്രീയം പറയേണ്ട ഇതിൽ രാഷ്ട്രീയ ഇഷ്യൂ ആണ്. ഇത് ഭാരതാംബ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ കേരളം മുഴുവൻ അംഗീകരിക്കണമെന്ന് അല്ല, ഇത് അങ്ങനെയാണെന്നേ പടരുന്നത്. ഇത് അങ്ങനെയാണ് പടരുന്നത്. പടരുകയാണ്. കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് ഈ ഭാരതാംബയുടെ ചിത്രം വെക്കുകയാണെങ്കിലോ, ഗവർണർ പറയുകയാണ് ഈ ചിത്രം ഇനി കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണെന്ന് പറയുകയാണെങ്കിലോ അതിനെ എതിർക്കും. പക്ഷേ ഇതൊരു സ്വകാര്യ ചടങ്ങാണ്. നേരത്തെ പറഞ്ഞത് അല്ല, പത്മനാഭ സേവാ സമിതിക്കും കാവിക്കൊടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തൊരു ലോജിക്? അല്ല, പത്മനാഭ സേവാ സമിതിക്ക് കാവിക്കൊടി വെക്കാം, പക്ഷേ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ വെക്കാമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ സാങ്കേതികമായി പറയാം. ഒരു പരിപാടി മാറ്റി നിർത്തിയാൽ ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും ഇതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം സനാതന ധർമ്മം കുട്ടികളെ പഠിപ്പിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അതിനോട് എനിക്ക് എതിർപ്പുണ്ട്. അത് ഞാൻ എതിർക്കില്ല. നമ്മൾ ഈ എതിർപ്പാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ എതിർപ്പ് നമ്മളൊരു സ്വകാര്യ ചടങ്ങിന്റെ പേരിൽ വന്ന് കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് അലമ്പുണ്ടാക്കുന്നത് എന്തിനാ? നമുക്ക് ഈ രാഷ്ട്രീയം വേറെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും പറഞ്ഞുകൊണ്ട് രജിസ്ട്രാർ കൊടിയും പൊക്കി പോയത് എന്തിനാണ്? രജിസ്ട്രാർക്ക് അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. നേരത്തെ സുജയ പറഞ്ഞത് ഗവർണർ ഈ വിഷ്വലെല്ലാം ദൃശ്യങ്ങളെല്ലാം TV-യിലൂടെ കണ്ട ശേഷമാണ് സർവകലാശാലയിലേക്ക് പോയതെന്നാണ്. അപ്പോൾ ഈ അവിടെ ഇങ്ങനെ ഒരു സംഘർഷ അവസ്ഥയുണ്ട്. ബോധപൂർവ്വം പോകുന്നതല്ല, അവിടെ സംഘർഷാവസ്ഥയുണ്ട്, എന്നാൽ ഞങ്ങൾ സുരക്ഷ ഒരുക്കുന്നുണ്ട് എന്ന് പോലീസ് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. രജിസ്ട്രാർ മാത്രമല്ല, ക്ലിഫ് ഹൗസിലേക്ക് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് അദ്ദേഹത്തിന്റെ കൃത്യമായ താഴോട്ടുള്ള DGP അടക്കമുള്ള ആളുകൾ കൃത്യമായി വരുന്നതിൽ കുഴപ്പമില്ല എന്ന് അറിയിച്ചാൽ മാത്രമേ ഗവർണറുടെ വാഹന വ്യൂഹം രാജ്ഭവനിൽ നിന്ന് പുറപ്പെടും. ആ പ്രോട്ടോകോൾ അനുസരിച്ചാണ് അദ്ദേഹം വന്നത്. അല്ലെങ്കിൽ DGP തടയണമായിരുന്നു, വരാൻ പറ്റില്ല എന്നുള്ള തീരുമാനം എടുക്കണമായിരുന്നു. കേരള പോലീസ് കൃത്യമായ സുരക്ഷയൊരുക്കി അവിടേക്ക് എത്താനും സാധിച്ചു. ശരി, ഭാരതാംബയിൽ ചെറുത്തു നിൽപ്പോ എന്നായിരുന്നു ചോദ്യം. യെസ് എന്ന് 4 പേരും അഭിപ്രായപ്പെട്ടു. Meet the editors.